ഇതുണ്ടാക്കാൻ ഒരു 4 മിനിറ്റ് അത്രയൊക്കെ മതി. മാക്സിമം ഞാൻ ഉണ്ടാക്കാൻ പോവാം. ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എല്ലാം വ്യക്തമായിട്ട് കാണാം. ഓക്കെ. ഇതിന് ഏകദേശം 5 മിനിറ്റ് ആയി. 5 മിനിറ്റ് ആയല്ലേ? എല്ലാവർക്കും നമസ്കാരം. റോസമ്മ, ഹായ്. ഇതെന്താണ് സംഭവം? ഹെൽത്ത് മിക്സ് എന്ന് പറയും. ഹെൽത്ത് മിക്സ് ഇതെന്തിനാ? അതായത് എനിക്ക് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നമായിരുന്നു രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഡെയിലി മിസ് ചെയ്യായിരുന്നു. കഴിക്കാൻ സമയമില്ല, കഴിക്കാൻ ടൈം കിട്ടത്തില്ല, ഉണ്ടാക്കി കഴിക്കാൻ ടൈം കിട്ടത്തില്ല. കാരണം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ലേഡീസിന് ഒട്ടും ടൈം കിട്ടാറില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചാണ് ഹെൽത്ത് മിക്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മിനിറ്റേ ഉള്ളൂ. 4 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമുക്ക് കാണാം. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഫുഡിന്റെയും എന്താ പറയാ കേട്ട് ഈ പറയുന്ന ഷുഗർ കൊളസ്ട്രോൾ ഒന്നും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല. നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ആരോഗ്യ നമ്മുടെ ഫുഡിന്റെ ഒക്കെ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് പതുക്കെ പതുക്കെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഇത് കഴിച്ചതിൽ നിന്ന് എനിക്ക് വന്ന മാറ്റം നമുക്ക് വണ്ണം മീൻസ് കുറയ്ക്കാൻ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പും കാര്യങ്ങളൊക്കെ അടിഞ്ഞ് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. പിന്നെന്ന് പറഞ്ഞാൽ ലേഡീസിന് മെയിനായിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്താണ്. അപ്പൊ അവരൊക്കെ പറയുന്നത് പീരിയഡ്സ് അതായത് മാസമുറ ക്രമം തെറ്റി വരുന്ന മാസമുറ നമുക്ക് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നാണ് പറയുന്നത്. അതിനിപ്പോ നമുക്ക് നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നോളൂ. ഡോക്ടർ ഇപ്പൊ ഇത് കഴിച്ചപ്പോ എനിക്ക് വന്ന മാറ്റങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ടൊന്ന് ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഉറപ്പായിട്ടും ഇതിപ്പം റോസ്മി പറഞ്ഞു, എക്സ്പീരിയൻസ് പറഞ്ഞു. കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വണ്ണം കുറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്തപ്പോൾ അവർക്ക് വണ്ണം കുറഞ്ഞു, മാസമുറ ശരിയായി, എല്ലാം. ഇപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ഇപ്പോൾ ഒരു സമൂഹത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കുട്ടികൾക്ക് പ്രശ്നമുള്ളതാണ് ഈ PCOD അല്ലെങ്കിൽ അമിതവണ്ണം. അപ്പോൾ ഈ മാസമുറയൊക്കെ തെറ്റുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അസുഖമാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഭക്ഷണം നിയന്ത്രിക്കാത്തതിൻ്റെയും ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ കൊണ്ട് കുട്ടികൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണത്. അത് നമുക്ക് നിയന്ത്രിക്കാൻ ഏറ്റവും പറ്റിയ ഒരു സാധനമാണ്. ഇപ്പം ഈ ഹെൽത്ത് മിക്സിൽ തന്നെ നോക്കിയാൽ ഏകദേശം നല്ലൊരു ശതമാനം എന്താ പറയുന്നത് വിറ്റമിൻസ്, മിനറൽസ് കാര്യങ്ങളെല്ലാം അടങ്ങിയതാണ്. അപ്പം നമ്മുടെ ഡയറ്റാണ്, അതായത് ഭക്ഷണമാണ് എപ്പോഴും അമൃതമായിട്ട്, ഏതും നമ്മൾ ശരീരത്തിന് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ അമൃതമായിട്ട് ആക്ട് ചെയ്യും എന്ന് പറയുന്ന പോലെ ഈ ആഹാരം ഇത് നമുക്കൊരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള മൾട്ടി വിറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് എല്ലാം വേണ്ട രീതിയിലേ ഉള്ളൂ. അപ്പോൾ അതൊരു ദിവസം നമ്മുടെ ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചെന്നാൽ നമ്മുടെ ശരീരത്തിന് അത് അമൃതമായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ മിക്കവാറും ഞാൻ എൻ്റെ പ്രാക്ടീസിൽ കാണുന്ന കുട്ടികൾ വരുന്ന രാവിലെ ഭക്ഷണം കഴിക്കാറില്ല, അഥവാ കഴിച്ചാൽ തന്നെ ഈ പുറത്തു നിന്നുള്ള ബേക്കറി ഫുഡുകൾ അല്ലെങ്കിൽ ജങ്ക് ഫുഡുകളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ വായ്ക്ക് രുചി കൂടുതൽ നോക്കിപ്പോയി ആണ് ഈ കുട്ടികൾക്ക് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ ഹെൽത്ത് മിക്സിൻ്റെയൊക്കെ ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ഉപയോഗിക്കാറുള്ളതാണ്. ഈ ഹെൽത്ത് മിക്സിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വൈസ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയാണ്. അപ്പം അത് എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അതൊരു ഗുണം കിട്ടുമെന്ന് തോന്നുന്നു. ഡോക്ടർ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഷുഗറും കൊളസ്ട്രോളിലൊക്കെ മാറ്റം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് വരുന്നത്? ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ആഹാരവിഹാര ശൈലിയിലാണ് ഈ പറയുന്ന പ്രമേഹം, കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഭക്ഷണശൈലിയാണ് നമ്മുടെ ബേസിക്കലി നമ്മളെ രോഗിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ആഹാരമാണ് ശരിക്കും പറഞ്ഞാൽ പ്രാധാന്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇങ്ങനത്തെ ഡയറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത് ലെസ് ഫാറ്റാണ്, അല്ലെങ്കിൽ കൊഴുപ്പുകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടാണ്, കാർബോഹൈഡ്രേറ്റ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഷുഗർ ഉൽപ്പാദനത്തിൻ്റെയൊക്കെ കാര്യം നിയന്ത്രിക്കാൻ ഈ ഒരു ആഹാര പദാർത്ഥത്തിന് കഴിയാറുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം. ഇപ്പൊ പാല് ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം, പാൽ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ 1/2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം, അങ്ങനെ ഉപയോഗിച്ചാൽ ആ ഒരു കണക്കിൽ നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്ത് നമ്മളെ ഗ്യാസിലോട്ട് വയ്ക്കും. അടുത്തത് ഇനി ഇപ്പൊ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഇടാം. അതിനു മുന്നേ നമ്മൾ ഈ ഒരു ഹെൽത്ത് മിക്സ് നമ്മൾ മിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ടൈപ്പിലുള്ള ഒരു സ്പൂണാണ് എടുക്കേണ്ടത്. വലിയ സ്പൂൺ, ഈ ഒരു ടൈപ്പിലുള്ള വലിയ സ്പൂൺ എടുത്തിട്ട് നമ്മൾ 1 സ്പൂണാണ് എടുക്കേണ്ടത്. 1 സ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഇടണം. കുറച്ചുകൂടി നല്ല വിശപ്പുള്ള ആളുകളാണെങ്കിൽ ഒരു 1/2 സ്പൂൺ കൂടി ഇടാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഒത്തിരി ധാന്യങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് ഇളകി വരത്തുള്ളൂ. അവസാനം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. വെള്ളം ചൂടായി വരും തോറും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു മയത്തിന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്കും ഇതിങ്ങനെ കുറുകി വന്നോളൂ. ഇതിന് ഏകദേശം 5 മിനിറ്റ് ആയി. പാകമായിട്ടുണ്ട്.
നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഏകദേശം വെന്ത് റെഡിയായി. നമ്മളിതിന് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. വലിയൊരു ഇത് കുടിക്കുമ്പോൾ ഷുഗർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്തായാലും ആറിട്ട് കുടിക്കാം അല്ലേ? ആറിട്ട് കുടിക്കാം. റോസമ്മ, നമ്മൾ ഉണ്ടാക്കിയ സംഭവം ഇതല്ലേ? ഇതാണ് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഞാൻ രാവിലെ കഴിക്കാം, ഇല്ലെങ്കിൽ വൈകിട്ട് കഴിക്കാം. ഇതിപ്പോ എങ്ങനെ ഉപയോഗിക്കുന്നത്? ഇതാണെങ്കിൽ ഇപ്പോൾ ഈ പ്രിപ്പയർഡ് സാധനം ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു കൊളസ്ട്രോള് അല്ലെങ്കിൽ ഷുഗറൊക്കെ അമിതമായിട്ടുള്ളവരുണ്ടല്ലോ, ഇത് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കുറച്ചതിന് ശേഷം അവരത് 2 നേരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഷുഗറിൻ്റെ അളവിനെ കുറയ്ക്കുന്നതും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ കൃത്യമായിട്ട് ഡയറ്റും കാര്യങ്ങളും നോക്കി ഇതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യാസം തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പറ്റും. ഉണ്ടാക്കിയ സാധനം അല്ലേ? ഇങ്ങനെയാണ് കഴിക്കുന്നത്. ഇതാകുമ്പോൾ 5 മിനിറ്റ് മതി. രാവിലെ ഉണ്ടാക്കുക, കഴിക്കുക, പോവുക. രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഇതാണ് കഴിക്കുന്നത്. കുടിക്കുന്നത്. അപ്പോൾ ഇത് വേണ്ടവർ എന്താ വേണ്ടത്? അപ്പോൾ വേണ്ടവർ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, കമന്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ ഡീറ്റെയിൽസ് അയച്ചാൽ മതി. കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഡീറ്റെയിൽ ആയിട്ട് പറയും. റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു. ഓക്കെ.